വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബുട്ടീക്കിലേക്ക് കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ടൗണിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടത്, അത് എത്ര മീറ്റർ വേണം എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അവർ പറയുന്ന സെയിം കളർ നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ 2-3 കളേഴ്സൊക്കെ ചോദിച്ച് വെക്കും. അത് ഞാൻ ഈ ഒരു നോട്ടിൽ തന്നെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് അവിടെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. റെഡി ആയിട്ടാണ് ഇത് നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു കാജൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഹോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അത് ഞാൻ ചെയ്യാം കേട്ടോ. അതിൽ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. സൺസ്ക്രീനൊക്കെ എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലല്ലേ, അപ്പോൾ കരിഞ്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സൺസ്ക്രീൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം ഗായ്സ്, ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടിരിക്കണം, കാരണം ഭയങ്കര ചൂടാണ്. പിന്നെ സാധാരണ ഒരു ചെപ്പൽ ഇട്ടിക്കണം. പിന്നെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഉച്ചയുടെ ഒരു പ്രത്യേകതരം സ്നേഹമാണ് നമ്മൾ പോണ സമയത്ത്. അപ്പോൾ അതിന് കുറേ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ 2 ഷോപ്പിലാണ് വിചാരിച്ചിരിക്കുന്നത് പാലക്കാട്. ആ 2 ഷോപ്പിലും സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ആകെ അലയേണ്ടി വരും. എന്തായാലും നമുക്ക് ആദ്യം ഞാൻ ഉദ്ദേശിച്ച ഷോപ്പിൽ തന്നെ പോവാം. അതിന് മുന്നേ ഞാനൊരു കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ കയറിയിട്ട് ബ്രദർ അതിൻ്റെ അകത്ത് പോയിക്കാണ്ട് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോൾ എൻ്റെ അല്ലോ എന്ത് നല്ല സ്ഥലമാണെന്നറിയാം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ ആകാശത്തേക്ക് ഇങ്ങനെ ക്യാമറ ആയിട്ട് തിരിച്ചപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഏതോ ഒരു റിസോർട്ടിലും അവിടെയൊക്കെ പോണ സമയത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ആ ഒരു സ്കൈ കാണുന്ന സമയത്ത് അവന് ആ ഒരു ഒരു റെഡിഷ് കളറുള്ള അതേപോലത്തെ ഒരുമിച്ച് വീടൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കാണാൻ ഭയങ്കര രസം. പിന്നെ ഇതാ നമ്മൾ നേരെ പാലക്കാട് ശ്രീധറിൽ കണ്ടിട്ട് ആദ്യം വന്നത്. ഇവിടെ എനിക്ക് നല്ല നല്ല കളക്ഷൻ എപ്പോഴും ക്ലോത്തൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങടിക്കാണ് ആദ്യം വന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നോക്കുന്നത് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പർദ്ദ മെറ്റീരിയലാണ്, ബ്ലാക്ക് പർദ്ദ മെറ്റീരിയൽ വാങ്ങാൻ കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നോക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും കേട്ടോ. ഞാനിങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ചേച്ചി ഇങ്ങനത്തെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിമാർ അവിടെയുള്ള എല്ലാവരും സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും എടുത്തു തരും കേട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എടുത്തു തരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചോദിച്ച മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ മെറ്റീരിയലും കൊണ്ട് നമ്മൾ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരോ ക്ലോത്തായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ബില്ല് പേ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മെറ്റീരിയലൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങാനായിട്ടല്ല, നമുക്ക് നല്ല മെറ്റീരിയലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയണ്ട. അപ്പോൾ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പ്രത്യേകിച്ച് ഇനി ഒന്നും വാങ്ങാനില്ല. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബ്രദർ വണ്ടി എടുക്കാനായിട്ട് പോയി കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയിലുള്ള ഒരു NH റോഡിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ അടുത്തായിട്ട് ഇങ്ങനെ കാണുന്ന പോലെ തോന്നും. അതുപോലെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല കാർമേഘം ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കണതുകൊണ്ട് തന്നെ ഈ പോണ സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നരകമ്പള്ളി പുഴ അല്ലെങ്കിൽ നരകമ്പള്ളി പാലം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീട്ടിലിങ്ങനെ കാത്ത് നിൽക്കണം എൻ്റെ പൂച്ചക്കുട്ടി. ഇതിങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് പാവമാണ്. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന് കേട്ടോ. അതിന് ഭയങ്കര ബോറടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നേരെ കുറച്ച് നേരം ഒന്ന് കളിക്കുക. അതിൻ്റെ ഒരു പണക്കൊക്കെ ഒന്ന് മാറ്റി അതിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ചിട്ട് നമുക്ക് പിന്നെ പോയിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്യാം കേട്ടോ.
ചൂടൊക്കെ കൊണ്ടുവന്നല്ലേ അപ്പോൾ നല്ല ഒരു വാട്ടർമെലൻ്റെ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഷുഗർ ഇട്ടിട്ടില്ല, ഷുഗർ ഇടാണ്ടാണ് കേട്ടോ കുടിക്കണത്. അപ്പോൾ ഇതാ നമ്മൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം എങ്ങനെ ഇരുന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് അത്ര ഒരു ചൂടുണ്ടായിട്ടില്ല കേട്ടോ, കാരണം നല്ല കാർമയൊക്കെ ഇരുണ്ട് കൂടി ഇങ്ങനെ നിൽക്കല്ലേ, മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ചൂടില്ല, എന്നാലും ചൂട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പാലൊക്കെ ചേർത്ത് അടിക്കണല്ലേ, പിന്നെ വാട്ടർമെലൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ചു കേട്ടോ. അങ്ങനെ ഫുള്ളായി കുടിച്ച് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ട്. അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നതിന് മുന്നേ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ടും പെട്ടെന്ന് അമ്മക്കും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിതാ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന കാജൽ അതുപോലെ തന്നെ ഐലൈനറിനും നല്ല ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ, നല്ല രസമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഭയങ്കര രസം, ഭയങ്കര കൂളിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറേ നേരം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 8 മണിയായപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയത് പൊറോട്ടയും ഗ്രേവിയാണ് കഴിച്ചത്. പിന്നെ നല്ല നമ്മൾ പുറത്തൊക്കെ പോയത് നല്ല കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് ഇട്ടുണ്ടായിരുന്നു, മുട്ടാൻ വേണ്ടി കാപ്പി പൗഡർ, പിന്നെ നമ്മുടെ വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നേരെ കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്, ബൈ.